ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണം കൂടി വരുന്നുണ്ട്. കേട്ടത് ഇവിടെ കറണ്ട് വന്നും പോയിരുന്നു. അപ്പോൾ UPSCന്ന് ഇങ്ങനെ ഉണ്ടായിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ആവാമെന്ന് കരുതുന്നു. പക്ഷേ നമുക്കത് വിശദമായിട്ടൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും അങ്ങനെ ബന്ധപ്പെട്ട ആളുകൾ വന്നത് പരിശോധിക്കേണ്ടതുണ്ട്. നിലവിൽ എല്ലാം നിയന്ത്രണ വിധേയമാണ്. നിലവിലെല്ലാം നിയന്ത്രണ വിധേയമാണ്. അപ്പോൾ രോഗികളെല്ലാം നമ്മൾ ഇവാക്യുവേറ്റ് ചെയ്തു. ഇനി നമ്മൾ ബിൽഡിങ് തറവായിട്ട് ചെക്ക് ചെയ്തിട്ട് ഒരു ചാൻസും ഇല്ല എന്ന് പരിശോധിച്ച് ഉറപ്പ് വരുത്തിയിട്ട് കംപ്ലീറ്റ് ആൾക്കാരെയും ഈ ബിൽഡിങ്ങിൽ നിന്ന് തൽക്കാലം ഇവാക്യുവേറ്റ് ചെയ്യാനാണ് നമുക്ക് ജില്ലാ കളക്ടറുടെയും പോലീസ് മേധാവിയുടെയും നിർദ്ദേശം കിട്ടിയിട്ടുള്ളത്. നമുക്ക് പ്രാഥമികമായിട്ട് ഇത് ഷോർട്ട് സർക്യൂട്ട് ആണെന്ന് പറയാൻ കഴിയുന്നതാണ്? അല്ല, പ്രാഥമികമായിട്ട് നമ്മളിങ്ങനെ അതായിരിക്കാം എന്നുള്ളേ ഉള്ളൂ. പക്ഷേ അത് നമ്മൾ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റോ അങ്ങനെ അന്വേഷിച്ച് അത് പറയേണ്ടതുണ്ട്. UPS റൂമാണ് സീറ്റ് ഒറിജിനായിട്ട് നിലവിൽ കാണുന്നത്. CT സ്കാനിൻ്റെ തൊട്ടപ്പുറമുള്ള 1ാം നിലയിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ UPS റൂം. അവിടെയുള്ള കംപ്ലീറ്റ് ബാറ്ററി കത്തിയിട്ടുണ്ട്. അവിടെ നിന്നാണ് ഫയറിൻ്റെ ഒറിജിൻ. ഷോർട്ട് സർക്യൂട്ട് ആണോ അല്ല എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ബ്ലോക്കിന്റെ കംപ്ലീറ്റ് പുക ഉയർന്നിരുന്നോ? ബ്ലോക്കിൽ കാര്യമായ പുക ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും മാത്രമേ വന്നിട്ടുള്ളൂ. എന്നാലും ഏറ്റവും കൂടുതൽ പുക ഗ്രൗണ്ട് ഫ്ലോർ മാത്രമായിരുന്നു. ബാക്കി താരതമ്യേന പുകയായിരുന്നു. എന്നാലും നമ്മൾ രോഗികളെല്ലാം അവിടുന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. മുകളിലുള്ള വളരെ ചെറുതായിട്ടാണ് പുക വന്നിട്ടുള്ളത്. വെന്റിലേഷനിലുള്ള രോഗികളൊക്കെ ഉണ്ട്, അവരെയൊക്കെ മാറ്റിയിട്ടുമുണ്ട്. ഓക്കെ. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണമാണ് കേട്ടത്. സ്ഥിതി ശാന്തമാകുന്നു. അതായത് ഗ്രൗണ്ട് ഫ്ലോറിലും 1ാം നിലയിലുമാണ് ഈ പുക ഉയർന്നിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. രാഹുൽ KV തുടരുന്നുണ്ട്. രാഹുൽ, നേരത്തെ സിക്കോടൊക്കെ സംസാരിച്ചവർ പറയുന്നത് 4 പേരാണെന്നും, അതായത് ചിലർ അവിടെ ഇപ്പോഴും ഉണ്ടെന്ന് പറയുന്നു. അദ്ദേഹം ശസ്ത്രക്രിയയൊക്കെ കഴിഞ്ഞ് കിടക്കുന്നതായതുകൊണ്ട് പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന സാഹചര്യമല്ല ആശുപത്രിയിലുള്ള ആൾക്കെന്ന് പറയുന്നു. അദ്ദേഹത്തിന് അവിടെ തുടരാൻ പറ്റുന്നൊരവസ്ഥയാണോ ഇപ്പോൾ ഉള്ളത്? ഡോക്ടർമാർ കൺസൾട്ട് ചെയ്ത് തന്നെ അവർ പരിശോധിച്ച് തന്നെ ഇങ്ങനെ മതിയെന്ന് തീരുമാനിക്കുകയാണോ? പക്ഷേ അതായത് ഡോക്ടർമാർ, നഴ്സുമാർ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു അവരുടെ കൂടെ. അതായത് ജില്ലാ കളക്ടറോട് നമ്മൾ ഏറ്റവും അവസാനമായി സംസാരിച്ചപ്പോൾ 4ാമത്തെ ബ്ലോക്കിൽ ബാക്കിയുണ്ടായിരുന്ന എല്ലാ രോഗികളെയും പുറത്തേക്ക് മാറ്റി എന്നുള്ളതാണ്. അതായത് കാഷ്വാലിറ്റി ബ്ലോക്കിൽ നിന്ന് എല്ലാവരെയും സുരക്ഷിതമായി മാറ്റി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട വിവരം. കൂടുതൽ രോഗികളെയും കൂട്ടിരിപ്പുകാരെയും മാറ്റിയത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേകമായി സജ്ജീകരിച്ച ഇടത്തേക്ക് തന്നെയാണ്. പക്ഷേ കുറഞ്ഞത് 30 രോഗികളെങ്കിലും നഗരത്തിൽ വിവിധ ഭാഗങ്ങളായുള്ള സ്വകാര്യ ആശുപത്രികളിൽ, ബീച്ച് ആശുപത്രിയിലെങ്കിലും ചികിത്സ തേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ കൃത്യമായൊരു കണക്ക്, ഏതൊക്കെ ആശുപത്രിയിലേക്കാണ് അവർ പോയത് എന്ന് സംബന്ധിച്ച കൃത്യം കണക്ക് ഈ ഒരു ഘട്ടത്തിൽ ലഭ്യമല്ല. ഒപ്പം പുകയും ഏറെക്കുറെ നിയന്ത്രണ വിധേയമാക്കാൻ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വന്ന സമയത്ത് പുക ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നൊരവസ്ഥയായിരുന്നു ഈ ഗ്രൗണ്ട് ഫ്ലോറിലൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. അത് ഈ പൈപ്പ് പോലെയുള്ള സംവിധാനം ഉപയോഗിച്ച് വലിച്ച് സക്ക് ചെയ്ത് പുറത്തേക്ക് കളയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പുകയുടെ ഒരു തോതും ഏറെക്കുറെ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനോട് സംസാരിച്ചു. UPS റൂമിൽ നിന്നുണ്ടായ പൊട്ടിത്തെറി, അതിൻ്റെ ഭാഗമായുണ്ടായ പുക തന്നെയാണ് ഉയർന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ പരിശോധിച്ച് വരുന്നു എന്നാണ് ഏതായാലും അദ്ദേഹവും പറഞ്ഞത്. ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുണ്ടായ പരിഭ്രാന്തിയുടെ, ആശങ്കയുടെ വലിയ മണിക്കൂറുകൾക്ക് ആശ്വാസകരമായ ഒരു അവസാനം ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരം തന്നെയായ ഒരു കാര്യമാണെങ്കിലും ഇതിൽ വിശദമായ അന്വേഷണം വേണം. കാരണം ഇത്രയധികം രോഗികളൊക്കെ ഉള്ള ആശുപത്രിയാണ്. അവിടെയാണ് വിധത്തിലുള്ള ഒരു സ്ഥിതി ഉണ്ടായത് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. ഒപ്പം ഈ രോഗികളെ വിധത്തിലൊരു അപകടം ഉണ്ടാകുന്ന സമയത്ത് ആളുകളെ വേഗത്തിൽ പുറത്തിറക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് ഒക്കെ തന്നെ ഈ ചുറ്റുമതിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ട് എന്നുകൂടി ഈ ഉദ്യോഗസ്ഥരും ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ സന്നദ്ധ പ്രവർത്തകരുമൊക്കെ തന്നെ പറയുന്നുണ്ട്. അതായത് പൊട്ടിത്തെറിയിൽ സർക്കാർ, ആരോഗ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിടുകയും കൂടി ചെയ്തിട്ടുണ്ട്. എല്ലാവരും സുരക്ഷിതരാണ്. ചികിത്സയിലുണ്ടായിരുന്നവർ, കൂട്ടിരിപ്പുകാർ, ഒപ്പം ഈ പുക ശ്വസിക്കേണ്ടി വന്ന ആളുകൾ എല്ലാവരും സുരക്ഷിതരാണ് എന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യം. അക്ഷയ്.